വീഡിയോയുടെ തുടക്കത്തിൽ നെൽസൺ ദിലീപ് കുമാർ രണ്ട് മെഗാ ജൈജാന്റിക് സിനിമകളുടെ പോസ്റ്റേഴ്സിന് നടുവിലാണ് നിൽക്കുന്നത്. ഒന്ന് ദി എവർഗ്രീൻ ക്ലാസിക്കൽ സിനിമ ദ ഗോഡ് ഫാദർ, മറ്റൊന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ട വൺസ് അപ്പോൺ എ ടൈം ഇൻ അമേരിക്ക. ഈ രണ്ട് സിനിമകളുടെ നടുവിൽ നെൽസൺ ദിലീപ് കുമാർ നിൽക്കുന്നത് ഒരു സൂചനയാണ്. അതായത് ഈ സിനിമയും അതുപോലെ റെട്രോ ക്ലാസിക്കൽ പരിപാടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള നെൽസൺ ദിലീപ് കുമാർ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഫ്രെയിം ആദ്യത്തെ ഫ്രെയിമായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. 2019 വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു. ലിയോണാർഡോ ഡിക്കാപ്രിയോയും ബ്രാഡ് പിറ്റും ഒരുമിച്ച് അഭിനയിച്ച ആ ചിത്രം ഒരുപക്ഷെ ഇന്നും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. ആ സിനിമയ്ക്കകത്ത് ഇരുവരും വരുന്ന ഒരു ടോണുണ്ട്, ഇരുവരുടെയും കഥാപാത്രങ്ങളുണ്ട്. ഒരുപക്ഷെ കമൽഹാസൻ രജനീകാന്തും കൂടി അങ്ങനൊരു കോംബോയിലാണ് വരാൻ പോകുന്നതെങ്കിൽ ഇറ്റ്സ് ഗോണ ബി സ്റ്റണ്ണിങ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രോമോ രസകരമാണ്. ആദ്യം തന്നെ നെൽസണും അനിരുദ്ധും കൂടെ ചേർന്ന് സാധാരണയായ എല്ലാ സിനിമകളിലും ചെയ്യുന്നത് പോലുള്ള ഒരു തുടക്കം, ആ ഒരു ഹ്യൂമർ പരിപാടി ജയിലർ 2 പ്രോമോയിലുണ്ടായിട്ടുണ്ട്. പല സിനിമകളുടെയും പ്രൊമോ, ബീസ്റ്റിൻ്റെ പ്രൊമോ, എല്ലാത്തിലും ഇരുവരുടെയും കോമ്പിനേഷൻ ഭയങ്കര രസകരമാണ്. അപ്പോൾ അങ്ങനെ ഒരു തുടക്കം കുറിച്ചെങ്കിൽ പോലും ഇരുവരും മാത്രമായിട്ട് ഈ പ്രോമോയിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. 47 വർഷങ്ങൾക്ക് ശേഷം ഉലകനായകൻ കമൽഹാസനും സൂപ്പർ സ്റ്റാർ രജനീകാന്തും കൂടി ഒരു ഫ്രെയിമിലേക്ക് വരുമ്പോൾ പോലും കമൽഹാസൻ ആദ്യം ഒരു കോട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കോട്ട് രജനി സാറും അതാണ് എടുത്തതെന്ന് പറഞ്ഞപ്പോഴേക്കും അത് വേണ്ട, ഞാൻ മറ്റേ കോട്ട് എടുക്കാമെന്ന് കമൽ പറയുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു സ്വീറ്റ് റൈവൽറി കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം ഇരുവരും ഫേസ് ടു ഫേസ് ആയിട്ട് രണ്ട് ഡോറുകളും തമ്മിൽ തുറന്നതിന് ശേഷം ഫേസ് ടു ഫേസ് ആയിട്ട് കണ്ടുമുട്ടുന്ന ഒരു സീനുണ്ട്. രോമാഞ്ചം, പീക്ക് രോമാഞ്ചം. അത് ഇപ്പോഴത്തെ ജെൻസി കിഡ്സിന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇരുവരുടെയും ഫിലിമോഗ്രഫിയിൽ 18 സിനിമകളോളം ഒരുമിച്ച് അഭിനയിച്ച് 1975 അപൂർവരാഗങ്ങൾ എന്ന സിനിമയിലൂടെ രജനി വില്ലനായിട്ട് വന്ന് കെ ബാലേന്ദ്രൻ്റെ സിനിമയിൽ കമലിന് വില്ലനായിട്ട് വന്ന ആ കോമ്പിനേഷൻ തൊട്ട് 79 അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന മലയാള സിനിമയിൽ നിന്ന് തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഹിന്ദിയിൽ പോയി ഇവരെ സിനിമ ചെയ്ത് 47 വർഷങ്ങൾക്ക് ശേഷം ഇരുവരെയും ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും ആശങ്കപ്പെട്ടുകൊണ്ടിരുന്ന സമൂഹത്തിന് മുന്നിലേക്ക് അവർ ആ വീഡിയോ ഇറക്കുമ്പോൾ ഉണ്ടല്ലോ, കണ്ണ് നിറഞ്ഞു പോകും, അക്ഷരാർത്ഥത്തിൽ കണ്ണ് നിറഞ്ഞു പോകും. അതാണ് ആ ഫ്രെയിം കാണുമ്പോൾ ഉണ്ടായത്. ഒരു പക്ഷേ ആ ഫ്രെയിമിന് ശേഷം പിന്നീട് ആ ഗരാഷിൽ നിന്ന് രണ്ടുപേരും നടന്നു വരുന്ന ആ ഷോട്ട് അത് എന്തുകൊണ്ടത് അവസാനിക്കുന്നില്ല എന്ന് തോന്നിപ്പോയി. കാരണം ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ നെൽസൺ അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓറാകാന്ത് എന്നൊക്കെയാണ് രജനീകാന്തിനെ വിളിക്കുന്നത്. കാരണം രജനി നിന്ന് കഴിഞ്ഞാൽ അതൊരു ഓറയാണ്. രജനിയുടെ ലുക്ക്, സ്വാഗ്, അത് ആര് വന്ന് നിന്ന് പോകില്ല എന്ന രീതിയിലാണ് കമൽ അപ്പുറത്ത് നിർത്താൻ തന്നെ രജനി നടന്നു വരുന്നത് കാണാനും എന്ത് രസമാണ്, എന്ത് അടിപൊളിയാണ്. നേരെ സമയത്ത് കമൽ വിട്ടുകൊടുക്കാതെ കമൽ പെർഫെക്റ്റ് ലുക്ക്. കമൽ ഹാസനെ കാണുന്ന ഒരു ലുക്കാണല്ലോ, ഈ പ്രായത്തിൽ എന്നാ സ്റ്റൈലായിട്ടാണ് ആ മനുഷ്യൻ ഇരിക്കുന്നതെന്ന് തോന്നുന്ന രീതിയിൽ ഗംഭീരമായ ലുക്ക് നെൽസൺ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം സ്റ്റാർസിനെ പ്രസൻറ്റ് ചെയ്യാൻ എന്നുള്ളത് നമ്മൾ ഈ പ്രോമോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും. ഈ രണ്ട് ലെജൻസിന് അവർക്ക് ആ 3:47 അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്, മര്യാദ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഗിമ്മിക്കൊന്നുമില്ലാതെ സർ നിങ്ങൾ രണ്ടുപേരും ഗരാശിൽ നിന്ന് നടന്നു വന്നാലേ പോതും സർ, അപ്പോഴേ തിയേറ്റർ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇറ്റ് വാസ് റിയൽ. ഒന്നുമില്ല, അവിടെ നിന്ന് ആ ഗരാശിൽ നിന്ന് നടന്ന് ആ കാറിലേക്ക് വരുന്നത് വരെ ഉള്ള പരിപാടിയേ ഉള്ളൂ. അതിനിടയ്ക്ക് അനിരുദ്ധിൻ്റെ പെട്ടപ്പിക്കലും, ഒരു റെട്രോ BGMലെ അനിരുദ്ധിൻ്റെ പെട്ടപ്പിക്കലും, രാജീവ് മേനോൻ്റെ സിനിമാറ്റോഗ്രഫി. ഒരുപക്ഷെ രാജീവ് മേനോൻ സിനിമാറ്റോഗ്രഫി എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഷോക്കായിപ്പോയി. കാരണം മനോജ് പരമഹംസയൊക്കെ ആയിട്ട് നെൽസൺ സിനിമ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ജയിലറിലും വർക്ക് ചെയ്തത് വേറൊരു സിനിമാറ്റോഗ്രാഫറാണ്. പക്ഷേ എല്ലാം കൊണ്ടും അത് ആ കോമ്പിനേഷനെ മാറ്റിയിട്ട് രാജീവ് മേനോനെ കൊണ്ടുവരിക അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ട്രിബ്യൂട്ടാണത്, മൊത്തത്തിൽ അങ്ങനെ ഒരു ട്രിബ്യൂട്ട് പരിപാടിയുണ്ട്. ആൻഡ് ദ പ്രോമോ സീം സോ പ്രോമിസിങ്. എങ്ങനെയാണോ നമുക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളത്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയാം. കാരണം ആ നടന്നു വരുന്ന സമയത്ത് രജനി പോക്കറ്റിൽ നിന്ന് കാറിൻ്റെ കീ കമലിന് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നൊരു ഷോട്ടുണ്ട്. ഞാൻ ബെറ്റ് വയ്ക്കുക ഇന്നും ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് തലകുത്തി പറഞ്ഞാൽ പോലും ഇതൊരു സിമ്പിൾ ഷോട്ടായിരിക്കും, പക്ഷെ അവിടെ രജനിയുടെ സ്വാഗ് പരിപാടി അവിടെ നിലനിൽക്കുകയാണ്. ഇറ്റ് സ്റ്റേസ് ദെയർ. അതങ്ങനെ കൊടുക്കുമ്പോൾ കമൽ അത് സ്വീകരിക്കുന്നത്, കമൽ കറക്കിയിട്ട് തിരിച്ച് കാറിലേക്ക് വരുന്നതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര സന്തോഷമാണ്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സിനിമകളുടെ ഫ്രെയിമുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒരുമിച്ചൊരു സിനിമയിൽ കാണാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നൊരു പോയിന്റും കൂടിയാണ്. ഇരുവരും ഒന്നിക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്ന ഒരു സിനിമയ്ക്ക് പോലും സംവിധായകന് കിട്ടാൻ പാടായിരുന്നു. ഒരു ഘട്ടത്തിൽ ലോകേഷിലേക്ക് ഒരു അപ്രോച്ച് ചെയ്തിരുന്നു ഈ സിനിമ, പക്ഷെ അത് നടന്നില്ല. ലോകേഷിൻ്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് രണ്ടുപേർക്കും മാസ് മസാല പടം അല്ലെങ്കിൽ ഒരു ആക്ഷൻ പടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് താൻ മാറി നിന്നു എന്നുള്ളതാണ്. പ്രദീപ് രംഗനാഥനിലേക്ക് ഈ സിനിമ പോയിരുന്നു. ഏറ്റവും ഒടുവിലാണ് നെൽസണിലേക്ക് ഈ പടം വരുന്നത്. എനിക്ക് തോന്നുന്നു ജയിലറിന് ശേഷം രജനീകാന്ത് നെൽസനെ വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കാരണം ജയിലറിന് പിന്നാലെ ജയിലർ 2 ഉടനെ ഇപ്പോൾ എൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം അതിൻ്റെ അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്നു. അതിനുശേഷം ഇപ്പോൾ മൂന്നാമത്തെ സിനിമയാണ് കണ്ടിന്യൂസ്ലി ഒരു സംവിധായകനുമായിട്ട് രജനി അഭിനയിക്കുന്നത്. അങ്ങനെ ഒരു കൊളാബറേഷൻ ഇറ്റ്സ് വെരി റയർ. അങ്ങനെ പണ്ട് നമ്മളങ്ങ് പോകേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ശേഷം സംഭവിക്കുന്ന ഒരു കൊളാബറേഷൻ കൂടിയാണത്. അതിൻ്റെ കൂട്ടത്തിൽ കമലും കൂടെ വരുമ്പോഴേക്കും ഇറ്റ്സ് നൈസ്. എന്തായാലും അനിരുദ്ധ് നിരാശപ്പെടുത്തിയിട്ടില്ല,
ഒരുപക്ഷെ ഈ പ്രൊമോയിൽ യൂസ് ചെയ്തിരിക്കുന്ന പാട്ട് വൺ ഓഫ് അനിരുദ്ധ് ടോപ്പ് ക്വാളിറ്റി ഐറ്റമായിട്ട് ഞാൻ വിലയിരുത്തും. ഒരുപക്ഷെ മറ്റോ രാവണം അവൻ്റെ പോലത്തെ എന്ന് പറഞ്ഞ ബാസ് പരിപാടിയൊന്നുമല്ല, ബട്ട് ഇറ്റ്സ് വെരി ക്യൂട്ട്, ഇറ്റ്സ് വെരി നൈസ്. ഒരു ലൂപ്പിൽ കിടക്കും, നിങ്ങളത് വീണ്ടും വീണ്ടും ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കും. അയ്യോ, കാരണം അങ്ങനെയാണ് അനിരുദ്ധ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു റെട്രോ സ്റ്റൈലിൽ രണ്ടുപേരെയും കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നു. ആൻഡ് ദ ഫൈനൽ പാർട്ട്, പ്രൊമോയുടെ അവസാനം കമൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇതിൽ ഹീറോ യാർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം രജനിയും ചോദിക്കുന്നുണ്ട്, കേൾക്കില്ല ഹീറോ ആരെന്ന് കേട്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ഓർമ്മ വരുന്നത് അപൂർവ രാഗങ്ങളിൽ 1975 രജനി വരുന്നത് വില്ലനായിട്ടാണ്, കമൽ നായകൻ. ഈ കമൽ നായകൻ രജനി വില്ലൻ ഫോർമുലയിലാണ് ഈ പടം വരുന്നതെങ്കിൽ നമുക്ക് 100 കോടി 200 കോടിയൊന്നുമില്ല, നമുക്ക് 1000 കോടി എണ്ണി തുടങ്ങാം. ഒരു പക്ഷേ തമിഴ് സിനിമാ മേഖലയിൽ എല്ലാ രീതിയിലുമുള്ള ബൗണ്ടറീസും കടന്ന് ഒരു തരത്തിൽ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ തമിഴ് സിനിമാ മേഖലയുടെ സ്കീമാറ്റിക്സ് മാറ്റാൻ പോകുന്ന, ബോക്സ് ഓഫീസ് കളക്ഷൻസിൽ റെക്കോർഡ് തീർക്കാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ഇത് എന്നുള്ളതാണ്. പക്ഷേ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഈ സിനിമയുടെ ടൈറ്റിൽ റിവീലിംഗ് കൂടി ഈ പ്രൊമോയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ കുറച്ച് വെയിറ്റ് പണ്ട് കണ്ട എന്നുള്ള രീതിയിലാണ്. വെയിറ്റ് ചെയ്യും, ടൈറ്റിലൊക്കെ നമുക്ക് അനൗൺസ് ചെയ്യാം എന്ന് അവർ തീരുമാനിക്കുന്ന പോലെ അവർ സമയമെടുത്താണ് ചെയ്യുന്നത്. ആകെ ഒരു പ്രൊമോ മാത്രമേ വന്നിട്ടുള്ളൂ, ഷൂട്ടേഴ്സ് ഗോണ സ്റ്റാർട്ട് എന്നുള്ളതാണ് വന്നത്. ഇതുപോലെയാണ് ഒരു ജയിലർ 2ൻ്റെ പ്രൊമോ വന്നത്. അതിന് ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ജയിലർ 2ൻ്റെ പ്രൊമോയിൽ ഒരുപക്ഷെ രജനിക്ക് ആകെ കുറച്ചേ ഉള്ളൂ, രജനിയുടെ ഡയലോഗ്സ് ഒന്നുമില്ല, നടന്നു വരുന്നതും ഗോവയിൽ ഒരു ബ്ലാസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും അത് കിടിലം പ്രൊമോ ആയിരുന്നു. അതിനകത്ത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് നെൽസണും അനിരുദ്ധുമാണ്. ഇതിനകത്ത് നെൽസൺ അനിരുദ്ധം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. കമലിൽ കാരണം 2 ലെജൻസ് വന്ന് നിൽക്കുമ്പോഴേക്കും ഇവർക്ക് എന്തോ റോളെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള പ്രൊമോ കാണുന്നുണ്ട്. ഒരു ഗിമ്മിക്കും ഇല്ല, രജനിയെ കൊണ്ട് മറ്റേ മാസ്, കമൽഹാസനെ കൊണ്ട് സ്റ്റൈൽ, ഒന്നുമില്ല, വെറുതെ നടന്നു വന്നാൽ മതി എന്നുള്ളൊരു ഡയറക്ടറിൻ്റെ കോൺഫിഡൻസ്, ഇത്രയും വർഷമായിട്ട് അവർ തീർത്ത ലെഗസിക്ക് വേണ്ടിയിട്ടുള്ളൊരു വിശ്വാസം അത് തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് നീറ്റ്ലി റിട്ടൺ, നീറ്റ്ലി ഡൺ എന്നതാണ് തോന്നിയത്. ദ ബെസ്റ്റ് വേ ടു പ്രസൻറ്റ് 2 ലെജൻഡറി സ്റ്റാർസ് ഇൻ 1 ഫ്രെയിം എന്നുള്ളതാണ്. പക്ഷേ അതിനിടയിൽ ഉലകനായകൻ എനിക്ക് യൂസ് ചെയ്യില്ലെന്നൊക്കെ കമൽഹാസൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പടത്തിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല, അത് വീണ്ടും സന്തോഷമേ തോന്നുള്ളൂ. ഉലകനായകൻ കമൽഹാസൻ സൂപ്പർ സ്റ്റാർ രജനികാന്ത് എഴുതി കാണിക്കുമ്പോഴേക്കും സന്തോഷമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് അത് ആഡ് ചെയ്തു എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. പ്രൊഡ്യൂസ് ചെയ്യുന്നത് റെഡ് ജയന്റ് മൂവീസാണ്. ഇൻബൻ ഉദയനിധിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. സാധാരണ ഉദയനിധി സ്റ്റൈലാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാറ്റൺ തൻ്റെ മകന് കൈമാറി. ഇപ്പോൾ ഇൻബൻ ഉദയനിധിയുടെ ബാനറിലാണ് റെഡ് ജയന്റ് സ്റ്റുഡിയോസ് വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.